സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിനുമേൽ ഭരണകൂടം വേട്ടപ്പട്ടികളെ പോലെ അഴിച്ചുവിട്ട പോലീസ് സംവിധാനം കോവിഡ് വിട്ടുമാറിയെങ്കിലും ആ പഴയ സ്വഭാവം വിട്ടുമാറിയിട്ടില്ല ഇതേവരെ. 2015 മുതൽ 2023 വരെ കൊല്ലം ജില്ലയിൽ പോലീസ് നടത്തിയ ദളിത് പീഡന പരമ്പരയുടെ നാൾ വഴികളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2019 ഡിസംബർ 11 അർദ്ധരാത്രി കൊല്ലം അഞ്ചൽ കോളനിയിൽ പോലീസ് അതിക്രമത്തെ തുടർന്ന് കോളനിയിലെ ജനങ്ങൾ രാത്രി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സി മലയാളം റിപ്പോർട്ട് ചെയ്ത വാർത്ത. 2016 ഒക്ടോബർ 22 റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്ത. 5 ദിവസം ദളിത് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. കൊല്ലം അഞ്ചാലമ്മൂട് കാഞ്ഞിരക്കുഴി രാജീവ്, ബന്ധു ഷിബു എന്നിവരാണ് പോലീസിൻ്റെ ഈ മൂന്നാം മുറയ്ക്ക് വിധേയരായവർ. അടുത്തതായി മനോരമ ഓൺലൈൻ 2023 ഓഗസ്റ്റ് 6 റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയാണ്, ഇപ്പോഴും ലൈവിലുള്ളതാണ്. പരാതി നൽകാനെത്തിയ രാജീവ് എന്ന ദളിത് യുവാവിനെ പോലീസ് സ്റ്റേഷനിലെ കൈവരിയിൽ കൈവിലങ്ങിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ജാതീയമായി ആക്ഷേപിക്കുകയും ചെയ്തു. തെന്മല പോലീസ് സ്റ്റേഷനിലായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് CI വിശ്വംഭരനെ 1 വർഷത്തിലേറെ കാലമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ജോലിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. രാജീവിനെതിരെ നിരവധി വ്യാജ കേസുകൾ പോലീസ് നൽകുകയുണ്ടായി. എങ്കിലും ദക്ഷിണ മേഖല IG ആയിരുന്ന ഹർഷിത അട്ടല്ലൂരി രാജീവിനെതിരെ പോലീസ് എടുത്ത കേസുകൾ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അടുത്തതായി ഏഷ്യാനെറ്റ് ന്യൂസ് 2017 ഫെബ്രുവരി 15 റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. ദളിത് കുടുംബത്തെ പോലീസുകാർ വീട്ടിൽ കയറി തല്ലി. പോലീസ് വീടിൻ്റെ കതക് തള്ളിമറിച്ചിട്ട് സജീവിനെ പിടിച്ച് തല്ലി തറയിലിട്ട് ചവിട്ടുകയുണ്ടായി. ഭാര്യ രജനിക്കും അന്ന് മർദ്ദനമേറ്റു. അടുത്തത് വളരെ വിചിത്രമായ ഒരു വാർത്തയാണ്. ദളിത് വിദ്യാർത്ഥി 14 വയസ്സുള്ള വിജീഷ് ബാബു വാഴയുടെ ഉണങ്ങിയ കയ്യിൽ തൂങ്ങി മരിച്ചെന്ന അന്വേഷണ റിപ്പോർട്ട്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ദളിത് വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യയാക്കി മാറ്റുകയായിരുന്നു പോലീസ്. ഈ വാർത്ത ഗൾഫ് മലയാളി 2019 ഡിസംബർ 10 റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് 2016 സെപ്റ്റംബർ 19 മലയാളം ന്യൂസ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയാണ്. കൊല്ലം ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ ദളിതനായ ബിനുവിനെ SIയും പോലീസുകാരും ചേർന്ന് മർദ്ദിച്ചു. ജോലി കഴിഞ്ഞ് മടങ്ങവേ വാഹന പരിശോധനയുടെ ഇടയ്ക്കായിരുന്നു മർദ്ദനം. ഇനി കസ്റ്റഡിയിൽ മരണപ്പെട്ട ഒരു യുവാവിൻ്റെ വാർത്തയാണ്. കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രായമായ അമ്മയിൽ നിന്ന് പരാതിയില്ല എന്ന് എഴുതി വാങ്ങാൻ പോലീസ് ശ്രമിച്ചു. പെറ്റി കേസിൽ കസ്റ്റഡിയിലെടുത്ത പെരിനാട് പുത്തൻ വീട്ടിൽ കുഞ്ഞുമോൻ എന്ന 39-കാരനാണ് മരണപ്പെട്ടത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് മൂവ്മെൻറ്റ്. ഈ അടുത്ത് നടന്ന ഒരു വാർത്തയിലേക്ക് പോകാം. 2023 ഓഗസ്റ്റ് 28 ഉത്രാട ദിവസം രാത്രി ശൂരനാട് പുലിക്കുളം പട്ടികജാതി കോളനിയിൽ പോലീസ് അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടാണ് തിരുവോണ ദിവസം ദളിത് ജനങ്ങളെ സ്വാഗതം ചെയ്തത്. അമ്പലത്തിൽ രാത്രി പാട്ടുവച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടുത്തെ പ്രദേശവാസികൾക്കെതിരെ അതിക്രൂരമായ പീഡനം അഴിച്ചുവിട്ടു. 2013-14 കാലയളവിൽ അഞ്ചലിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വാഴക്കൈയിൽ തൂങ്ങി മരിച്ചൊരു സംഭവം കേരളത്തിലാകമാനം ചർച്ച ചെയ്ത വിഷയമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിൻ്റെ നാഥൻ വളരെയധികം പോലീസുകാരുമായിട്ട് ബന്ധപ്പെടുത്തുകയും കേസിനെ ആസ്പദമാക്കിയിട്ടും ഇവിടുത്തെ ഭരണാധികാരികളും പോലീസും അതൊരു ആത്മഹത്യ എന്ന പ്രവണതയിലേക്ക് കൊണ്ട് ആ കേസിനെ എത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ലോകത്തിലാദ്യമായി ഒരു വലിയ വാഴക്കൈയിൽ 50 കിലോയ്ക്ക് മേലിലുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നീതിന്യായ കോടതികൾ പോലും പട്ടികജാതിക്കാരൻ്റെ കേസുകൾ കോടതിയിലെത്തുമ്പോൾ വളരെ നിരുത്സാഹമായി ഇടപഴകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കാവനാട് ഒരു യുവാവിനെ പോലീസ് അതിക്രൂരമായി വേട്ടയാടി അദ്ദേഹത്തിന് മാരകമായ മുറിവുകളോടുകൂടി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റുള്ളവരും ചേർന്ന് പോലീസിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാരണമില്ലാതെ ഉപദ്രവിച്ച് മാറ്റി നിർത്തിയേക്കുകയാണെന്നാണ് അവരുടെ റിപ്പോർട്ട്. എന്ത് കാരണമെന്ന് പോലും ഇപ്പോഴും കേസിലും ബോധിപ്പിച്ചിട്ടില്ല. പട്ടികജാതിക്കാരനുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവണതകൾ അനുഭവിക്കുന്ന വലിയ ജനസമൂഹമായി ഇന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു.
കഴിഞ്ഞ ഉത്രാട നാളിൽ സൂര്യനാട്, കൊല്ലം ജില്ലയിൽ സൂര്യനാട് പുലിക്കുളം എന്ന സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി പട്ടികജാതി സമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഇത്തരം പോലീസുകാർ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ ഇരുട്ടിലാക്കിക്കൊണ്ട് തല്ലി ചതച്ച് ഒരു നരവേട്ട നടത്തിയ സംഭവം വളരെ ദയനീയമായിരുന്നു. കഴിഞ്ഞ ജൂലൈ 19 മഹാനായ യജമാൻ അയ്യങ്കാളിയുടെ മുഖചിത്രത്തിൽ പട്ടിയുടെ പടം മോർഫ് ചെയ്ത് വെച്ചുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് ഒരു ജാതി സമൂഹത്തിനെ വേർതിരിച്ചുകൊണ്ട് അവന്റെ ജാതിയുടെ അല്ലെങ്കിൽ അവൻ ആചാര്യനെ മുറിവേൽപ്പിച്ചുകൊണ്ട് അവന്റെ ആ സമൂഹത്തിനെ മൊത്തം മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം ഇവിടെ നടത്തിയിട്ട് സർക്കാർ അതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കുകയോ അതിൽ ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ട് ഒരു പത്രത്തിൽ പോലും ആ പ്രതി എന്തിനാണ്, ആർക്ക് വേണ്ടി ചെയ്തു, ആരാണ് അതിന്റെ പിൻബലത്തിൽ എന്ന് പോലും പ്രസിദ്ധപ്പെടുത്താൻ ഇവിടുത്തെ സർക്കാരിന് ഇതുവരെയും തയ്യാറായിട്ടില്ല, ഇനി തയ്യാറാകത്തുമില്ല. അവരുടെ ലക്ഷ്യം ഇവിടുത്തെ പട്ടികജാതിക്കാരുടെ വോട്ടുകൾ മാത്രമാണ്. ആ വോട്ടുകൾ എങ്ങനെ ശേഖരിക്കാം എന്നുള്ള ഒരു തന്ത്രം ഇവിടെ ഭരിക്കുന്നവൻ ഉണ്ട്. ആ തന്ത്രപ്രകാരം അടുത്ത ഇലക്ഷൻ അവരെ നേരിടും. ഈ പട്ടികജാതിക്കാർ എല്ലാം മറന്നുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യപ്പെടും. കഴിഞ്ഞ ജനുവരി 1 തലേന്ന് രാത്രി, ന്യൂ ഇയറിന്റെ തലേന്ന് രാത്രിയിൽ ചവറ കുരിശുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടികജാതി കോളനി തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് 10, 13, 12, 6, 9 വയസ്സുള്ള കുട്ടികൾ പാട്ടുവെച്ച് അവരുടെ ന്യൂ ഇയർ ആഘോഷം നടക്കുന്ന സമയത്ത് ഒരു പറ്റം ചവറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മദ്യപിച്ച് മതോത്സരായി ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും അതിദാരുണമായ വേട്ടയാടൽ നടത്തി. ഒരുപാട് പേര് ആശുപത്രിയിലായി. എന്നിട്ടും അവരെ വീണ്ടും വേട്ടയാടൽ നിർത്താതെ കേസിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നിരവധി സംഘടനാ പ്രവർത്തകർ അവിടെ എത്തിയെങ്കിലും ഇന്ന് വരെ ആർക്കും ഒന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പോലീസ് ഭീകരതയുടെ ജനാധിപത്യ വിരുദ്ധ ക്രൗര്യ സ്വഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും പരസ്യമായ മനുഷ്യാവകാശ ലംഘനത്തെ എത്ര കൗശലപൂർവ്വമാണ് ആഭ്യന്തര വകുപ്പ് സമീപിക്കുന്നത്? നിരപരാധികളായ ദളിത് പൗരന്മാരെ പാതിരാത്രിയിൽ അതിഭീകരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത പോലീസിനെതിരെ എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുത്തില്ല? സ്വന്തം വകുപ്പിന് കീഴിൽ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളും നിയമവാഴ്ചയുടെ ലംഘനങ്ങളും കാണുമ്പോൾ, മുഖ്യമന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രിയുടെ മൗനം കാണുമ്പോൾ, നിങ്ങൾ വരേണ്യ പോലീസ് സംവിധാനത്തിന് കുടപിടിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഓർക്കുക, പോലീസ് ഭീകരത ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ നിലപാടിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അതും മറക്കരുത്.